നമസ്കാരം. ഭാവിയിലെ ഊർജ പ്രതിസന്ധിക്ക് ഉത്തമ പരിഹാരമാണ് ഫ്ലോട്ടിംഗ് വിൻഡ് മില്ലുകൾ. നമുക്കറിയാമല്ലോ, കാറ്റിൻ്റെ ഊർജം എന്ന് പറയുന്നത് റിന്യൂവൽ എനർജി ആണെന്നത്. ഇത്തരത്തിലുള്ള കാറ്റ് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഫ്ലോട്ടിംഗ് വിൻഡ് മില്ലുകൾ. സാധാരണയായി ഇവ കണ്ടുവരുന്നത് കരകളിലാണെങ്കിലും ഇവയ്ക്ക് ചില പരിമിതികളുണ്ട്. പ്രധാനമായും ഇവ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് കാറ്റിന്റെ തടസ്സം ഉണ്ടാവാൻ പാടുള്ളതല്ല. സ്ഥലപരിമിതി ഇതിന്റെ മറ്റൊരു പ്രശ്നവുമാണ്. കൃത്യവും ഒഴുക്കോട് കൂടിയ കാറ്റ് ലഭിക്കാത്തത് ഇതിന്റെ ഊർജ ഉൽപാദനത്തെ ബാധിക്കുന്നു. ഉയർന്ന പ്രദേശങ്ങളിലോ കാറ്റിന്റെ തടസ്സമില്ലാത്ത മേഖലകളിലോ ഇത്തരം വിൻഡ് മില്ലുകൾ നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. തമിഴ്നാടിനെ പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇത്തരം വിൻഡ് മില്ലിനെ ആശ്രയിക്കുമ്പോൾ കേരളത്തിൽ ഇത്തരം വിൻഡ് മില്ലുകളുടെ സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പരിഹാരമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാശയമാണ് ഫ്ലോട്ടിംഗ് വിൻഡ് മില്ലുകൾ. അമേരിക്ക, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ ഇവ കണ്ടുവരുന്നു. ഈയിടയ്ക്കാണ് നമ്മുടെ കേരളത്തിലെ വിഴിഞ്ഞം ഭാഗത്തും ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നുണ്ടെന്ന് നിങ്ങൾ പത്രത്തിലൂടെ വായിച്ചു കാണുമല്ലോ. എന്താണ് ഫ്ലോട്ടിംഗ് വിൻഡ് മില്ലുകളുടെ പ്രത്യേകത? കടലിൽ നിന്നും ഉയർന്ന രീതിയിൽ സ്ഥാപിക്കുന്നവയാണ് ഫ്ലോട്ടിംഗ് വിൻഡ് മില്ലുകൾ. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഏത് സമയവും കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. ഇതുവഴി ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ വൈദ്യുതിയും ലഭിക്കാനുള്ള ശ്രമങ്ങളാണ് അമേരിക്ക പോലുള്ള വിവിധ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. പരിസ്ഥിതിക്ക് അധികം ദോഷകരമാവാത്ത ഒരു പ്രവർത്തനമാണിത്. കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് തിരിയുന്നതിനാലും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിനാലും ഇവയുടെ സാധ്യത വളരെ വലുതാണ്. കടൽ തീരത്തോട് ചേർന്ന് കടലിൽ ഉറപ്പിച്ചിരിക്കുന്ന ഫ്ലോട്ടിംഗ് വിൻഡ് മില്ലുകൾ ഉണ്ട്. ഇവ കരയിൽ നിന്നും 60 മീറ്റർ അകലെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഫ്ലോട്ടിംഗ് വിൻഡ് മില്ലുകൾ ഇവ പ്രത്യേക തൂണുകളിൽ ഉറപ്പിച്ചു നിർത്തി തയ്യാറാക്കുന്നവയാണ്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പരിഹാരങ്ങളുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാശയമാണ് ഫ്ലോട്ടിംഗ് വിൻഡ് മില്ലുകൾ. അമേരിക്ക, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ ഇവ കണ്ടുവരുന്നു. ഈയിടയ്ക്കാണ് നമ്മുടെ കേരളത്തിലെ വിഴിഞ്ഞം ഭാഗത്തും ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നുണ്ടെന്ന് നിങ്ങൾ പത്രത്തിലൂടെ വായിച്ചു കാണുമല്ലോ. എന്താണ് ഫ്ലോട്ടിംഗ് വിൻഡ് മില്ലുകൾ? കടലിൽ നിന്ന് ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നവയാണ് ഫ്ലോട്ടിംഗ് വിൻഡ് മില്ലുകൾ. അതുകൊണ്ട് തന്നെ കടലിൻ്റെ ശക്തമായ കാറ്റ് ലഭിക്കുമ്പോൾ വിൻഡ് മില്ലിൻ്റെ പങ്കകൾ കറങ്ങുകയും അടുത്തു വച്ചിരിക്കുന്ന ഗിയർ ബോക്സിൽ ആ ചലനം എത്തുകയും ചെയ്യുന്നു. ചെറുതായി കറങ്ങുന്ന വിൻഡ് മില്ലിൻ്റെ പങ്കയുടെ ചലനം വലുതാക്കി ഗിയർ ബോക്സ് മാറ്റി കാന്തിക മന്ദനം ഉപയോഗിച്ച് കറണ്ടാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ കറണ്ട് പ്രത്യേക കേബിൾ വഴി കടലിനടിയിൽ തട്ടിലൂടെ അടുത്തുള്ള പവർ സ്റ്റേഷനിൽ എത്തിച്ച് വിതരണം ചെയ്യുന്നു. ഗുണങ്ങൾ: സ്ഥലപരിമിതി പ്രശ്നമല്ല, പരിസ്ഥിതിക്ക് ദോഷകരമാവാത്ത പ്രവർത്തനമാണിത്. കരയിൽ സ്ഥാപിക്കുന്ന കാറ്റാടിപ്പാടങ്ങളെക്കാൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കാഴ്ച മലിനീകരണം തടയുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. സ്ഥാനമാറ്റത്തിന് സഹായിക്കുന്നു. കരയിൽ സ്ഥാപിക്കുന്ന കാറ്റാടിപ്പാടങ്ങൾക്ക് പ്രശ്നം നേരിടുന്ന കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇതൊരു ഉത്തമ പരിഹാരമാണ്. 590 കിലോമീറ്റർ തീരപ്രദേശമുള്ള കേരളത്തിൽ തന്നെ എത്ര വിൻഡ് മില്ലുകൾ സ്ഥാപിക്കാമെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അനെർട്ടുൺ നോർവീജിയൻ കമ്പനി വിഴിഞ്ഞത്ത് സ്ഥാപിക്കാൻ പോകുന്ന കാറ്റാടിപ്പാടങ്ങൾ കേരളത്തിൻ്റെ ഊർജ ഉൽപാദന പ്രതിസന്ധിക്കെതിരെ ഒരു ഉത്തമ പരിഹാരം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.